ഓ പറ്റില്ല. കുഴപ്പമില്ല, മരുന്നൊക്കെ സെറ്റാവും. ചേച്ചി ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, ചായ കുടിച്ചിട്ട് ഓക്കെ, ഇവിടെ തന്നെ വരണം. ഇത് തന്നെ വരണം. കേട്ടായിരുന്നു നിശാന്തന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് രാധിക ചേച്ചി എന്റെ കൂട്ടാണെന്ന്. കുളിക്കത്തില്ല, എന്തോ സ്പ്രേ അടിച്ചാണ്. കുടിക്കത്തില്ലേ? ആഹാ, പോകാൻ പുറകെ പോവാൻ പോലെയും പുറകെ പോകാൻ പെണ്ണില്ലാത്ത മീശച്ചേട്ടാ. എടാ നീ ഇന്നലെ മീശച്ചേട്ടൻ. വന്ന് ഇമ്മാരി നീ ഡയലോഗ് അടിച്ചാണ് എന്തിനാ എന്റെ പാവം പോലെ ഈ ഞങ്ങളുടെ ഡയലോഗ് മീശ പറയുന്നത്? ബ്രോയിനെ തളർത്തി ഒരു പക്ഷെ മൂലയിലിട്ടത്. ഇന്ന് ഫുൾ തെറിയ, ഇന്ന് അത് നീ കറക്റ്റ് തന്നെ, അത് ഒറ്റയിരിക്ക്. കറക്റ്റ്. ഇന്ന് ഫുള്ള് തെറിയായിരുന്നു, രാവിലെ ഫുൾ തെറിയായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. ഞാൻ എന്തായാലും തെറിയ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആരുടെയും മറ്റേ ബ്ലൂ ടിക്കിന്റെ കാര്യവും പറഞ്ഞിട്ട് എന്തോ ഒരു ഇത് കോൺവെർസേഷൻ ഞാൻ കേട്ടായിരുന്നു. നിശാന്തനും പറഞ്ഞായിരുന്നു ഫുള്ള്. പക്ഷെ ചേച്ചി എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെ പോലെ എന്നെ അയ്യോ ബാബു അല്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. മതി മോളെ നീ അത് എടുത്തെടുത്ത് പറയല്ലേ കുളിക്കില്ല. കുടിക്കില്ല. അല്ല, അവിടെ ആരോ വന്നിങ്ങനെ കുളിച്ചോന്നൊക്കെ ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ചേച്ചി കുളിക്കത്തില്ല. ചേച്ചി ഉപയോഗിക്കുന്ന സ്പ്രേ വരെ എടുത്ത് കാണിച്ചു, ഞാൻ കുളിക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഉള്ള പെണ്ണിനെ നമ്മൾ കുളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു, അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ആവശ്യമുള്ളത് നിങ്ങളാരും കാണത്തില്ല, ഞാൻ മാത്രമേ അങ്കിൾ കാണത്തുള്ളൂ. ഓക്കെ. താഴെയുള്ള സിംഗിൾ പേഴ്സണായി ജീവിക്കും. അയ്യോ പാവോ. ഓൺ വിലാൻഡി അങ്കിൾ. ഓക്കെ അങ്കിൾ. ചേച്ചി പോയി. ചേച്ചി അയ്യോ ബാവോ. ഞാൻ സത്യം മാത്രമേ പറയൂ. ഞാൻ സത്യം മാത്രം ചേച്ചി പറയൂ. അത് സത്യം മാത്രമേ പറയൂ. പറയാവുള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്നെക്കാണ് ആ യൂട്യൂബിന്റെ തെളിവ് മുമ്പിൽ സത്യം മാത്രമേ ചേച്ചി തെളിവ് പറയത്തുള്ളൂ. സഹിതമാണല്ലോ കാണിച്ചു തന്നത്. അതെ, തെളിവ് സഹിതമാണ് കാണിച്ചു തന്നത്. ഞാൻ ചോദിച്ചത് മറ്റേ ചന്ദനക്കുറി കിട്ടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിന് നടയിലൊക്കെ പോയത് സാരി കൊടുത്തിട്ടാണ് നടയിലൊക്കെ എനിക്ക് പോയി വിഷമമുണ്ട് തൊഴുതിട്ടൊക്കെ ചേട്ടാ, വന്നിരിക്കുന്ന എനിക്ക് വിഷമം. വിചാരിച്ചതാണ് നിനക്ക് ഞാൻ എന്തിനാണ് ചോദിച്ചത്. പോനെ വിഷമം? നിനക്ക് എന്താണ് വിഷമം? വിഷമം നീ പറ, എന്തിനാണ്? പെണ്ണില്ലാത്തോണ്ടായിരിക്കും. അയ്യോ അവൻ എന്റെ അടുത്ത് മിണ്ടത്തില്ല, അപ്പൊ ഞാൻ മറുപടി കൊടുത്താലോ? മാഡം ഫിംഗർ ഈസ് സോ. ആണോ? ഇത്രയും നാള് ഒരു ഇത്രയും നല്ലൊരു മീശയ്ക്ക് പെണ്ണിട്ടില്ലല്ലോ. പെൺകിറ്റ് മീശയ്ക്ക് പെൺകിട്ടിയില്ലല്ലോ. പെണ്ണില്ല. മീശ ഓ മീശയ്ക്ക് ചളി പെണ്ണിട്ടില്ല, പക്ഷെ എനിക്ക് ചളി കിട്ടും. ചളി ചളി. SSB ഹലോ. മീശക്കാരൻ നൻപ എങ്ങനെയായിരുന്നു അറിയാവോ? ഇല്ല. ഹരി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടോ എടുത്തോണേ. PK മിണ്ടുമോ? PK പിണക്കമാണോ? PK രാധിക ചേച്ചി പോയോ? ഡേറ്റിംഗ് ആപ്പ് വേണോന്ന്? വേണ്ട. 10-22 വയസ്സേ ഉള്ളൂ. 10-30 വയസ്സായവർക്ക് പോലും ഡേറ്റിംഗ് ആപ്പ് പോലും ഇല്ല. അവന് നോക്കിയാണ് എല്ലാം ഉണ്ട്. ഹബീബേ എന്താ നീ ഞാൻ മിണ്ടാത്ത? മിണ്ടൂല. ഇതെല്ലാം എല്ലാരും വന്നിട്ട് അതെന്താ? മിണ്ടത്തില്ല എല്ലാരും മിണ്ടാത്തതിന്റെ കാര്യം. നിങ്ങക്ക് എല്ലാവർക്കും ഹരിയണ്ണ മാത്രം മതിയോ? ഹബീബ് വന്നിട്ട് ലൈക്ക് അടിച്ചോണ്ടേ. അതന്നെ ഇപ്പൊ വന്നവരെല്ലാം ലൈക്ക് ചെയ്യണേ. രഹസ്യം എന്താണ് രഹസ്യമൊന്നുമില്ല, അത് വളർന്നു വരുന്നതാണ്. കണ്ണീര് ഫോർ യു തിങ്ക്. ഡേറ്റിംഗ് ആപ്പിൽ ഫ്രണ്ട്സ് ഉണ്ട്. ഓ ഡേറ്റിംഗ് ആപ്പിൽ ഫ്രണ്ട്സ് ഉണ്ട്. ചുമ്മാ പറഞ്ഞ കിട്ടിയല്ലോ. കിട്ടിയല്ലോ. ടീച്ചറെ പോ നിന്നെ വേണം, ചേച്ചിയെ വേണ്ട. ഓ അല്ല, മീശ ബ്രോയിനെ വേണം, ഹരിയണ്ണനെയും വേണം, എന്നെ വേണ്ട, പാവം എന്റെ ഗോകുലണ്ണനെയും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുണ്ടേ, അത് മതി. ഇത്രയും പറഞ്ഞപ്പോഴേ വെള്ളം കുടിച്ചേ. വെള്ളം അല്ല, ഇപ്പൊ മഴ ആയതുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല. ഇനി വല്ല ഇൻഫെക്ഷൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് എനിക്കിത് ലൈവ് വരുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പോയോ രാധിക ചേച്ചി? രാധിക ചേച്ചി വേണ്ട. ടുഡേ ഫ്രൂട്ടി 7 ഹാപ്പി ഫീസ്റ്റ്. അതിനുശേഷം ഞാൻ ദൈവമേ അല്ല കോപ്പി റൈറ്റ് എങ്ങാനും വന്നിരുന്നു. ഹരിബ്രോ മിസ് യു. ഹരിബ്രോ കമന്റ് ബോക്സിൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മിസ് ചെയ്യുന്ന? വെയിറ്റിംഗ്. PK ബ്രോ മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലൈവ് നമ്മള് വൈൻഡപ്പ് ചെയ്യുമെന്ന് ഉറപ്പില്ല.